ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ പറ്റി അനുസ്മരിക്കുക എന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യമാണ്. ഞാൻ ബിനോയ് വിശ്വത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പ്രായം കൂടി വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ചില സമയത്ത് ഇമോഷണൽ ആവും കൂടുതലായിട്ട്. ഇപ്പോൾ ശ്രീനിവാസനെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു മേലെ തട്ടിൽ നിന്നാണ് എനിക്ക് സംസാരിക്കാനും പെരുമാറാനും സാധിക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ ചിരിക്കാനും തമാശയൊക്കെ പറയണം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അഗാധമായൊരു സങ്കടത്തിൻ്റെ ലെയറുണ്ട്. അത് പറഞ്ഞു വരുമ്പോൾ അറിയാതെ പൊന്തി വരാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ശ്രീനിവാസൻ ഒരിക്കലും നമ്മെ വിട്ടു പോവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ശ്രീനിവാസനും കൂടി ഉണ്ടാകുമ്പോഴാണ് ഞാൻ പൂർണ്ണനാവുന്നത്. ശ്രീനി ഇല്ലെങ്കിൽ എൻ്റെ തന്നെ ഒരു പാർട്ടി ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ അസുഖകാലങ്ങളിലൊക്കെ ശ്രീനി കുറച്ച് ദൂരെ ആയാലും ഞാൻ ഇടയ്ക്ക് വന്ന് കാണും. ഇടയ്ക്ക് എന്ന് വെച്ചാൽ 2 ആഴ്ച കുടുംബം വന്ന് കാണും, സംസാരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് തമാശ പറയും. അതിൽ നിന്ന് നമ്മളൊരു ഊർജ്ജം ഉൾക്കൊണ്ടിട്ടാണ് പോകുന്നത്. ശ്രീനിവാസൻ എൻ്റെ സിനിമാ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ സിനിമയുടെ ദിശ ഞാൻ തിരിച്ചറിഞ്ഞത്. അതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ടി പി ബാലഗോപാലൻ എം എ എന്ന സിനിമയിലൂടെയാണ് എൻ്റെ ട്രാക്ക് ഞാൻ കണ്ടെത്തിയത്. ശ്രീനി ഒരേ സമയം എനിക്ക് സുഹൃത്തും ഗുരുനാഥനുമായിരുന്നു. ശ്രീനിയിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് ഞാൻ സ്വയം തിരക്കഥ എഴുതുമ്പോഴും മറ്റുള്ളവർ എഴുതിയ തിരക്കഥകൾ സംവിധാനം ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ സിനിമയുടെ നേട്ടത്തിനായി ഇന്ന് മേന്മയ്ക്കായിട്ട് ഉപയോഗിക്കാറുള്ളത്. ശ്രീനി എഴുതാത്ത കഥകളും ഇപ്പോൾ ഈ അവസാനം ചെയ്ത ഹൃദയപൂർവ്വം വരെ ശ്രീനിവാസൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് ശ്രീനിയുടെ കൂടി അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ശ്രീനിയുടെ കൂടി ഒരു പ്രോത്സാഹനം കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ശ്രീനിയെ പറ്റി പറയാനായിട്ട് ഈ പറഞ്ഞ പോലെ ഒന്നല്ല, ഒരു 1000 ഓർമ്മകളും അനുഭവങ്ങളുമുണ്ട്. ഒരു വലിയ കാലയളവിൽ ഞാനും ശ്രീനിയും ഞങ്ങളുടെ വീട്ടുകാരുടെ ഒപ്പം താമസിച്ചതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചിട്ടുള്ളത്. അതും ഒരു മുറിയിലാണ് താമസിച്ചിട്ടുള്ളത്. അതിൻ്റെ തമാശകളും അതിന് ചിലപ്പോൾ ഞങ്ങൾ വഴക്കിടാറുണ്ട്. പിറ്റേ ദിവസം ആരെങ്കിലും ഒരാൾ സോറി പറയാറുണ്ട്. കേരളം മുഴുവൻ ഞാൻ എൻ്റെ ചെറിയ മാരുതി കാറിൽ ഞാനും ശ്രീനിയുമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ, കാഞ്ഞങ്ങാട് വരെ ഞങ്ങൾ വണ്ടി ഓടിച്ചൊക്കെ ചിലക്ക് കഥയ്ക്ക് ആശയങ്ങൾ കിട്ടാതാകുമ്പോൾ ചിലപ്പോൾ പോകും. അങ്ങനെ കുറേ മുഹൂർത്തങ്ങൾ ശ്രീനിവാസനെ കുറിച്ചുണ്ട്. പക്ഷെ എനിക്കെപ്പോഴും തോന്നാറുള്ള ഒരു കാര്യം, ശ്രീനിവാസൻ ഒരു നടനായി പോയതുകൊണ്ട് ശ്രീനിവാസൻ എന്ന എഴുത്തുകാരനെ വേണ്ട വിധത്തിൽ നമ്മൾ ആഘോഷിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മളെപ്പോഴും മികച്ച തിരക്കഥാകൃത്തുകളെ പറ്റി പറയുമ്പോൾ ആ പേരുകളുടെ കൂട്ടത്തിൽ ശ്രീനിവാസനെ ഉൾപ്പെടുത്തുന്നതിന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ശ്രീനി ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ശ്രീനിവാസൻ്റെ സ്ക്രിപ്റ്റുകൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു എന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. കാരണം ശ്രീനിയെ പോലെ മനുഷ്യ ജീവിതത്തിനെ തൊട്ടറിഞ്ഞ് മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയിൽ സംസാരിക്കുന്ന കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാക്കാൻ വേറെ ആരും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ സാഹിത്യത്തിൻ്റെ മേൻപൊടി ഉണ്ടാവാറില്ല. തിരക്കഥ എന്ന് പറയുന്നത് ഒരു വേറെ സാഹിത്യ ശാഖ തന്നെയാണ്. ശ്രീനിവാസൻ ഉണ്ടാക്കിയിട്ടുള്ള കഥാപാത്രങ്ങൾ ആലോചിക്കുക. വടക്കുനോക്കി യന്ത്രം, ചിന്താവശി ശ്യാമള, സന്ദേശം, തലയണമന്ത്രം, വരവേൽപ്പ്, നാടോടിക്കാറ്റ്, എത്ര വെറൈറ്റി ക്യാരക്ടേഴ്സ്. ശൂന്യതയിൽ നിന്ന് പോലും ശ്രീനി നർമ്മമുണ്ടാക്കും. ആർക്കും എപ്പോഴും പറയാവുന്ന സംഭാഷണങ്ങൾ ശ്രീനിവാസൻ്റെതായിട്ട് വരുമ്പോൾ നമ്മളത് ചിരിക്കാൻ നമുക്ക് പറ്റും. എന്താ വിജയ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത്? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. വളരെ സിമ്പിൾ ഡയലോഗാണ്. പക്ഷെ അത് 3 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോവുകയാണ്. ഇപ്പോഴും ആളുകൾ ഒരു ചൊല്ല് പോലെ, പഴഞ്ചൊല്ല് പോലെ അത് പറയും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. പോളണ്ടിനെ പറ്റി പറയരുത്. ആ ഇരു പാർട്ടികൾ തമ്മിൽ പ്രഥമദൃഷ്ട്യ ഒരുമിച്ചാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു. ഇതൊക്കെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ കേൾക്കുന്നതാണ്.